ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാമെന്ന് ഈ സമയത്ത് എപ്പോഴെങ്കിലും മകനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശയ്ക്ക് അറിയില്ലല്ലോ. ഒറ്റ പോയിന്റേ ഉള്ളൂ എനിക്ക്. ഇല്ല. അപ്പച്ചൻ പള്ളിയിൽ അടക്കണ്ടെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആശയ്ക്ക് അറിയില്ല എന്ന് പറയാൻ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുജ എന്ന് പറയുന്ന മകള് എൻ്റെ അടുത്ത് പറയാൻ ബാധ്യസ്ഥയായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമുണ്ട്. അപ്പൻ ഹോസ്പിറ്റലാകുമ്പോൾ അപ്പൻ സീരിയസ് ആകുമ്പോൾ എന്തെങ്കിലും മകനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശയ്ക്ക് അറിയില്ല. ആശ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നതാണ് ആശ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ആശയ്ക്ക് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഈ ദിവസം ആശ അതിന് മറുപടി നൽകേണ്ടതല്ല. പക്ഷേ എനിക്കറിയേണ്ടത്, നാളെ ഭാവി തലമുറയ്ക്ക് പഠിക്കത്തക്ക രീതിയിൽ അപ്പൻ്റെ മൃതശരീരം ആശുപത്രിയിൽ വയ്ക്കുന്നത് ഒരു അഭിമാനകരമായ ഒരു ഒന്നല്ലേ, ഒരു ഓർമ്മയല്ലേ ആശ? അത് ഒരുപാട് തലമുറകൾക്ക് ഈ ശാസ്ത്ര പഠനം നടത്താൻ അത് പ്രചോദനമാകുമെങ്കിൽ അപ്പൻ നൽകുന്ന ഓർമ്മകൾക്കും അപ്പുറം അപ്പൻ്റെ ശരീരം വരുന്ന തലമുറകൾക്ക് ഒരു പഠന വസ്തുവാകുന്നു, ഒരു ശാസ്ത്രത്തിനൊരു വലിയ മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ആശ? ഇല്ല, അഭിമാനം ഇല്ല അതിൽ. എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ ഈശ്വര വിശുദ്ധ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന ഒരു ചൊല്ലുണ്ട്. അതുപോലെ ഒരു ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവവിശ്വാസത്തെക്കാളും ദൈവഭയമാണ് വേണ്ടത്. പല സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറയൊക്കെ ഇതിൽ നിന്ന് വിടുതൽ തന്നെ ചെയ്യണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ട്. അയാൾ ബൈസ്റ്റായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് ബൈബിൾ കയ്യിൽ പിടിച്ചിട്ട് കള്ളത്തരം പറയണത് എന്തിനാന്ന് എനിക്ക് താങ്കളോട് യോജിക്കാൻ പറ്റില്ല. എനിക്ക് അത്ര അഭിമാനം തോന്നുന്നില്ല. കുടുംബത്തിന്റെ ദൈവവിശ്വാസവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന നടത്തി ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കുന്ന തടസ്സമുണ്ടോ എന്ന് എന്റെ ചോദ്യം. ഉണ്ട്. ഡോക്ടർ അരുണിന്റെ പാരന്റ്സിന്റെ ഡെഡ് ബോഡി ഇതുപോലെ അഭിമാനത്തോട് വിട്ടുകൊടുക്കോ? തീർച്ചയായും ഞാൻ എന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ആശ. മറുപടി ഇല്ല. ഞാൻ എന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ പറയാം ആശ, കാരണം നമ്മളൊക്കെ മണ്ണടിച്ചു പോയാൽ ഈ മണ്ണോട് ചേരുമ്പോൾ പിന്നെ അത് ആർക്കും ഈ കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകും എന്നതിനും അപ്പുറം ഈ മനുഷ്യ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒന്ന് നമ്മുടെ മൃതദേഹം കൊണ്ട് നടക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വെക്കലല്ലേ നല്ലത്? അതിപ്പോ ഞാൻ പറയുന്നത് എന്റെയും ആശയുടെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആശയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതൊരു തലമുറയ്ക്ക് പാഠമാവട്ടെ. വേണ്ട. ഡോക്ടർ അരുണിനോട് ചോദിച്ചതിന് ഉത്തരം, താങ്കൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണല്ലോ, താങ്കൾ എന്താണ് താങ്കളുടെ മൃതദേഹം കൊടുക്കുന്നതാണ്, താങ്കളുടെ പാരന്റ്സിന്റെ കൊടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും കുടുംബത്തിൽ ഒരാളോടെങ്കിലും അത് സൂചിപ്പിച്ചു എന്നോട് പറഞ്ഞാൽ നിസ്സംശയം ഞാനത് ചെയ്യും. എന്റെ അച്ഛൻ ഇപ്പോൾ ഇന്ന് ജീവനോടെ ഇല്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, അത് ആ കുടുംബത്തിൽ ചർച്ചയായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കളിൽ ആരും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ ബന്ധുക്കൾ ആര് പറഞ്ഞാലും ഞാനിതിനെ പിന്തുണയ്ക്കും ആശ. കാരണം അത് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് വരും. ഇപ്പൊ മകനുണ്ടല്ലോ, മകന് കൊച്ചുമക്കളുണ്ടാവും. ആ കുടുംബം മുന്നോട്ട് പോകുന്നതിന് ശാസ്ത്രത്തിന്റെ ഒരു പിന്തുണ വേണ്ടേ? താങ്കൾ ആദ്യം താങ്കളുടെ അച്ഛനോട് പോയിട്ട് സംസാരിക്കും. ഇന്ന് രാത്രി വൈകിട്ട് അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒന്ന് ചോദിക്കും, ഇങ്ങനെ വലിയ മഹത്വമായിട്ടുള്ള കാര്യമാണ്, പഠിക്കാൻ കൊടുത്തോട്ടെ ഭാവി തലമുറയ്ക്ക് പറഞ്ഞിട്ടുള്ളതായി മകൻ പറയുക. അച്ഛന്റെ കാര്യം തീരുമാനിച്ചാൽ മതി. ഞാനിവിടെ പറഞ്ഞല്ലോ, ആശയുടെ പ്രാർത്ഥനയ്ക്കു ശേഷം ആ മൃതശരീരം തലമുറയ്ക്കുടെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് തടസ്സം എന്താണ് ആശ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. അതാവുമ്പോൾ നമുക്ക് അങ്ങനെ തീരുമാനിച്ചൂടെ? പ്രാർത്ഥനയ്ക്ക് ശേഷം, ആശയുടെ ആഗ്രഹം പോലെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഇല്ല, അപ്പനെ പള്ളിയിൽ തന്നെ അടക്കണം. അപ്പൻ ഇതിനേക്കാളും വലിയ നിരീശ്വരവാദിയാണെന്നും പറഞ്ഞിട്ടും അപ്പനെ കുടുംബക്കല്ലറയിലാണ് അപ്പനെ അടക്കിയത്, കലൂര് പൊറ്റക്കുഴി പള്ളിയിൽ. എൻ്റെ അപ്പൻ ഇപ്പോഴും ഇടവക അംഗമാണ്. അപ്പനെ യേശുക്രിസ്തുവിനെ ഇഷ്ടമായിരുന്നു. അപ്പൻ്റെ കല്യാണം, അപ്പൻ മാമോദിസ മുങ്ങിയ ആളാണ്. മാമോദിസ മുങ്ങിയിരുന്നില്ലെങ്കിൽ അപ്പനെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പൻ അമ്മയും 59 കല്യാണം നടത്തിയത് പള്ളിയിൽ വെച്ചിട്ടാണ്. ഞങ്ങളുടെ എല്ലാം മാമോദിസ നടത്തപ്പെട്ടതാണ്. 4 മക്കളുടെയും കല്യാണം പള്ളിയിലായിരുന്നു. ഞങ്ങളുടെ പേരക്കുട്ടികളുടെയും ഞങ്ങളുടെ മക്കളുടെയും മാമോദിസയും എല്ലാം പള്ളിയിൽ തന്നെയാണ്. ആ ആചാരപ്രകാരം നടത്തിയതാണ്. അപ്പൻ ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളുടെയൊക്കെ കല്യാണം വരുമ്പോൾ പള്ളിയിൽ പോകും. എല്ലാം ഉണ്ട്. പിന്നെ
അപ്പച്ചൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചൻ്റെ ഭാര്യയും അപ്പച്ചൻ്റെ ഒരു മകനും ഉറങ്ങണത് കലൂർ കത്രിക്കടവ് പള്ളിയിലെ സിംതേരിയിലാണ്. അപ്പനും അവിടെ ഉറങ്ങാം. പിന്നെ സഗാത്തികൾ തിരുവാതിര നർത്തകികൾ ഇന്ന് വന്ന് എന്നെ എൻ്റെ മകനെയും ഉപദ്രവിച്ചൊന്നും നിങ്ങൾ ആരും ഒന്നും ചോദിക്കണില്ല. അവർ എവിടെ കണ്ടിട്ടുണ്ട് ഡോക്ടർ അരുൺ ഇങ്ങനെ സഗാത്തികൾ നിന്ന് ചുറ്റും നിന്ന് ലാൽ സലാം വിളിക്കുന്നത്? റെഡ് വളണ്ടിയേഴ്സ് കൺട്രോൾ ചെയ്യുകയും മുതിർന്ന സഖാക്കൾ വന്ന് ലാൽ സലാം പറഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടി പറഞ്ഞു പോവുകയും രക്തപതാക പുതുക്കുകയും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ സഖാത്തികൾ വന്ന് വലം ചുറ്റി പോകും. ഇങ്ങനെ നർത്തകികൾ വന്നിട്ട് വാശിയോടുകൂടി ലാൽ സലാം പറഞ്ഞിട്ടുള്ളത് ഏത് നേതാവിനെയാണ്? ഇത് അവിടെ അവരാണ് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു മകള് കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പച്ചൻ കമ്മ്യൂണിസ്റ്റ് ആകേണ്ട ആളല്ലായിരുന്നു. അപ്പച്ചൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അപ്പച്ചൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത്ര ഉന്നതനായ നേതാവാണ്, ഇത്ര ജെന്യുവൻ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. അതിനൊരു വശം നിങ്ങളാരും കാണാത്തെന്താണ്? ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ത്യാഗ ജീവിതമായിരുന്നു. അതിന് ഏറ്റവും അപ്പം കടപ്പെട്ടിരിക്കുന്നത് ഭാര്യയോടാണ്, അല്ലാണ്ട് ഈ സഖാത്തികളുടെ അല്ല. ഞങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും പല നേതാക്കളും കുടുംബവും തമ്മിലുള്ള ബന്ധം അങ്ങനെ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമാണ്. അത് നമുക്ക് വിശദീകരിക്കാവുന്നതിനും അപ്പുറം വൈകാരിക ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഇന്ന് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട് ആശ. അതായത് ഈ ജോസ് മാത്യു എന്ന് പറഞ്ഞ മാത്യു എന്ന പോലീസുകാരനെ ഒരുപക്ഷെ ആശയ്ക്ക് അറിയാമായിരിക്കാം. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാത്യു എന്ന പോലീസുകാരൻ്റെ മകൻ ജോസ് മാത്യു ഇന്ന് MM ലോറൻസിൻ്റെ മൃതശരീരത്തിൽ അന്ത്യ ഉപചാരം അർപ്പിക്കാൻ വന്നിരുന്നു. അതിനുശേഷം ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു അച്ഛനെ പോലെയായിരുന്നു, ഒരു മകനെ പോലെയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടത് MM ലോറൻസ് നടത്തിയ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണത്തിലാണ്. അത് വളരെ വൈകാരികമായൊരു നിമിഷമാണ്. എനിക്ക് തോന്നുന്നു ആശയടക്കമുള്ള എല്ലാ ഈ ലോറൻസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് വലിയ അഭിമാനം നൽകുന്നൊരു നിമിഷമായിരുന്നു. അത് മനുഷ്യത്വം വിജയിച്ചു എന്ന് ഞാൻ കരുതിയൊരു നിമിഷമാണത്. ഇത് ആശയ്ക്ക് എങ്ങനെയാണിത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. ആശ അതെങ്ങനെ കരുതിയാലും എന്നെ സംബന്ധിച്ച് MM ലോറൻസിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് അസംഘടിതരായ തൊഴിലാളികളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാക്കി കൊടുത്ത ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ ആശയ്ക്കും ഒരു തെളിച്ചമുണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആശ അങ്ങനെ ആഗ്രഹിക്കും എന്നെനിക്കറിയാം. അപ്പൻ്റെ ലോറൻസിന്റെ മകൾ എന്നൊരു അഭിമാനം ആശയ്ക്കുണ്ടല്ലോ ഇപ്പോഴും. ആശ ലോറൻസ് എന്ന് വിളിക്കും. ആ തെളിച്ചം കൂടുതൽ തെളിച്ചമാവില്ലേ ആശ? നമ്മളിതിലൊരു വിശ്വാസത്തിൽ വിട്ടുവീഴ്ചയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആചാരത്തിന് ശേഷം അത് തലമുറയ്ക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു വലിയ ആഗ്രഹിക്കുന്നതും എൻ്റെ അമ്മ ആഗ്രഹിച്ചത് ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏതറ്റവും ഞാൻ പോകും. എൻ്റെ